കാസർഗോഡ് നിന്നും അതുപോലെ തന്നെ ഒരു മരണവാർത്ത എത്തുകയാണ്. അമ്മയെയും രണ്ടു മക്കളെയും മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നു. ചീമേനി ചെമ്പ്രക്കാനത്ത് സജനയും രണ്ട് മക്കളുമാണ് മരിച്ചത്. കുട്ടികളെ കിടപ്പുമുറിയിലും സജനയെ ജീവനൊടുക്കിയ നിലയിലുമാണ് കണ്ടെത്തിയത്. വിശദാംശങ്ങൾ ജോസഫ് അഗസ്റ്റിൻ നൽകും. ജോസഫ്, എങ്ങനെയാണ് സംഭവം? ആത്മഹത്യയാണോ? പോലീസ് പറയുന്നത് എന്താണ്? ഫിജി, ഇന്ന് ഉച്ചയോടെയാണ് ഈ ദാരുണമായ സംഭവം നടക്കുന്നത്. കാസർഗോഡ് ചീമേനിയിലെ ചെമ്പ്രാനത്ത് സജന 30 വയസ്സാണ് ഇവർക്ക് പ്രായം. ഇവരുടെ മക്കളായ ഗൗതം 9 വയസ്സ്, തേജസ് 6 വയസ്സ് എന്നിവരാണ് മരിച്ചത്. രണ്ട് കുട്ടികളെ കിടപ്പുമുറിയിലും സജനയെ ആത്മഹത്യ ചെയ്ത നിലയിൽ 2ാം നിലയിൽ നിന്നും കണ്ടെത്തുകയായിരുന്നു. മക്കളെ കഴുത്തു ഞെരുക്കി കൊന്ന ശേഷം മാതാവ് ആത്മഹത്യ ചെയ്തു എന്നാണ് പ്രാഥമിക നിഗമനം. പക്ഷേ ഇതുവരെ സ്ഥിരീകരിക്കാൻ പോലീസ് സ്ഥിരീകരിച്ചിട്ടില്ല. വീടിനകത്ത് അതിനുശേഷം മാതാവ് വീടിനകത്ത് തൂങ്ങി മരിക്കുകയായിരുന്നു. പെരിങ്ങോം വയക്കര പഞ്ചായത്തിലെ UD ക്ലർക്കാണ് സജന. കൊല്ലപ്പെട്ട ഗൗതമിന് 9 വയസ്സും തേജസിന് 6 വയസ്സുമാണ് പ്രായം. ചീമേനി പോലീസ് സംഭവ സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. KCG ജീവനക്കാരനായ രജിത്താണ് സജനയുടെ ഭർത്താവ്. ഇന്ന് ഉച്ചയോടെയാണ് ഈ സംഭവം നടന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് എന്താണ് ഈ ആത്മഹത്യയിലേക്കും കൊലപാതകത്തിലേക്കും നയിച്ചതെന്നുള്ള കാരണങ്ങളൊന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല. പോലീസ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ പ്രവർത്തകരും സാമൂഹ്യ പ്രവർത്തകരും ഇപ്പോൾ ഈ വീട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. തുടർ നടപടികൾ സ്വീകരിച്ച് അല്പസമയത്തിനുള്ളിൽ എന്താണ് ഈ ഒരു പ്രശ്നത്തിന് കാരണമെന്ന് നമുക്ക് വെളിവാക്കപ്പെടും. ഫിജി. ശരി ജോസഫ്, കാസർഗോഡാണ് സംഭവം. അമ്മയെ രണ്ടു മക്കളെയും മരിച്ച നിലയിൽ കണ്ടെത്തി. ചീമേനി ചെമ്പ്രക്കാനത്ത് സജനയും രണ്ടു മക്കളുമാണ് മരിച്ചത്. കുട്ടികളെ കിടപ്പുമുറിയിലും സജനയെ ജീവനൊടുക്കിയ നിലയിലുമാണ് കണ്ടെത്തിയത്.